നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക രോഗം ഉണ്ടോ എന്നുള്ള ഇടയ്ക്കിടെ സംശയം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർ ആ രോഗത്തെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കും, ഡോക്ടർമാരോട് ആ രോഗത്തെക്കുറിച്ച് ചോദിക്കും, തനിക്ക് ഈ രോഗം ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ സംശയിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ച് ധാരാളമായിട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഇവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ശരീരത്തിൽ കണ്ടാൽ തനിക്ക് ആ രോഗമാണ് എന്ന് ഇടയ്ക്കിടെ സംശയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ സംശയിക്കുന്ന രോഗങ്ങൾ മിക്കവാറും മാരകമായ രോഗങ്ങളുമായിരിക്കും. ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നോ നിങ്ങൾ അതായി തീരുമെന്ന്. അതുപോലെ തന്നെയാണ് ഇവരുടെയും കാര്യം. ഇവർ കുറേ നാൾ ഈ രോഗത്തെക്കുറിച്ച് ചിന്തിച്ച് ഇവർക്ക് ഈ രോഗം വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്ട്രെസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. കാരണം ഇവർ ഈ രോഗത്തെ നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നത്, ഇതിനു വേണ്ടി ഡോക്ടർമാരെ കാണുന്നത്. ഈ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ കൂടുതലായിട്ട് ചെയ്യുന്നത് ഇവർക്ക് ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ഭയപ്പെടുമ്പോൾ ഇവർ ഈ രോഗത്തിന് വേണ്ടി കൂടുതലായിട്ട് സ്ട്രെസ് എടുക്കുമ്പോൾ അവരുടെ സ്ട്രെസ് ലെവൽ വല്ലാതെ കൂടുകയും സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിലെ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുകയും അങ്ങനെ ഇവർക്ക് ഈ രോഗം വരികയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും രോഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ തുടർച്ചയായി അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിൽ നിന്ന് ആ ചിന്ത മാറ്റാനായിട്ട്, ഡീവിയേറ്റ് ചെയ്യാനായിട്ട് മെഡിറ്റേഷനും പ്രാണായാമം തുടങ്ങിയ പല എക്സസൈസുകളിലൂടെയും ഇത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചിന്ത ഡീവിയേറ്റ് ചെയ്യാനായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ റെഗുലർ ആയിട്ടുണ്ടാകുന്ന ആ നെഗറ്റീവ് ചിന്ത മാറുകയും നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ, ഇത്തരം ഹെൽത്ത് പ്രോബ്ലംസ് ഭാവിയിൽ വരുന്നതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും.